നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ യാത്രാരേഖകൾ ഹാജരാക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. ചില രാജ്യങ്ങൾ ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് അഭ്യർത്ഥനയോടൊപ്പം പാസ്പോർട്ട്, ഇഖാമ ID നമ്പർ, യാത്രാ ടിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ യാത്ര പോകുന്നതിന് 72 മണിക്കൂർ മുമ്പായി ആരോഗ്യ മന്ത്രാലയം ബ്രാഞ്ച് ഓഫീസുകളിലെ വാട്സാപ്പ് നമ്പറിൽ സമർപ്പിക്കണമെന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സൗദിക്ക് വെളിയിലേക്ക് യാത്ര പോകുന്നവർക്കുള്ള ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ അന്താരാഷ്ട്ര വിമാനങ്ങളിൽ മടങ്ങി വരുന്നതുമായി യാതൊരു ബന്ധവുമില്ല. അടിയന്തരമോ അസാധാരണമോ ആയ കാരണങ്ങൾ ഉള്ളവർക്കാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ചില രാജ്യങ്ങൾ നിർബന്ധമായും ഈ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ളവർക്ക് അവർ COVID-19 നിന്ന് മുക്തരാണെന്നും സുരക്ഷിതരാണ് എന്നും തെളിയിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് സീൽ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിദിന റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തത് 768 കോവിഡ് കേസുകളായിരുന്നു. അതോടൊപ്പം 886 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. 26 പേരുടെ മരണവും സ്ഥിരീകരിച്ചു. ഇതിനോടൊപ്പം മൊത്തം മരണസംഖ്യ 4107 ആയി മാറി. ആകെ രോഗബാധിതരുടെ എണ്ണം 3,21,456. ഇതിൽ രോഗമുക്തർ 2,97,623 പേരുമായി. നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് 19,726 പേരാണ്. ചികിത്സയിലുള്ളവരിൽ 1,430 പേരുടെ നില ഗുരുതരവുമാണ്. മക്ക 67, ജിദ്ദ 57, മദീന 50, ഹുഫൂഫ്, റിയാദ് എന്നിവിടങ്ങളിൽ 46 വീതം, ദഹ്റാൻ 44, ഹായിൽ 27 എന്നിങ്ങനെയാണ് സൗദിയിൽ കൂടുതലായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.